നമ്മുടെ സംസ്ഥാനത്തിലെ വിവിധ ധനസഹായ ക്ഷേമ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അർഹതയുള്ളവരിലേക്കും ധനസഹായങ്ങൾ എത്തുകയാണ്. 1000 രൂപയും 2000 രൂപയും എല്ലാം വിവിധ പദ്ധതികളിലൂടെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ വീട്ടമ്മമാർക്ക് സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്ന ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം നിലവിൽ 3 ഗഡുക്കളുടെ വിതരണം നടത്തിയിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങളിലേതാണ്. ഇനി ഏപ്രിൽ മാസത്തിലെ ധനസഹായ വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുന്നു. ഏപ്രിൽ മാസത്തിലെ ധനസഹായ വിതരണത്തിന് തുടക്കം കുറിക്കുകയാണ്. 1000 രൂപ വീതം ധനസഹായം ലഭിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം ഇത് നമുക്ക് 60 വയസ്സെത്തുന്നത് വരെ ലഭിക്കുന്ന ഒരു സാമ്പത്തിക ധനസഹായമാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. 31 ലക്ഷത്തോളം വരുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. ബി.പി.എൽ വിഭാഗത്തിലുള്ള റേഷൻ കാർഡ് ആയിരിക്കണം. 35നും 60 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മറ്റ് ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടാത്തവരായിരിക്കണം. ഇത് മാത്രമല്ല, കൂടുതൽ വേഗത്തിലാണ് നമ്മൾ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപേക്ഷ വെച്ചവരിൽ 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകരിൽ 81,000-ഓളം വരുന്ന ആളുകളുടെ അപേക്ഷ മടങ്ങിയതായി ഇപ്പോൾ വെബ്സൈറ്റ് കാണിക്കുന്നു. സേവന പെൻഷൻ വെബ്സൈറ്റിലാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റേറ്റസ് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഒരു കൃത്യമായ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ 81,000-ഓളം വരുന്ന അമ്മമാരുടെ അപേക്ഷകൾ മടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നൽകിയിട്ടുള്ള രേഖകൾ ഏതെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ വ്യത്യാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രേഖകളിലെ പേരിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ, ഇങ്ങനെ പല കാരണങ്ങളാൽ അപേക്ഷകൾ മടങ്ങാം. രേഖകളിൽ വ്യക്തത ഇല്ലാത്തതിനാലും അപേക്ഷകൾ മടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് അപേക്ഷകളാണ് മടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇത് തിരുത്തി വീണ്ടും സമർപ്പിച്ചാൽ മാത്രമേ അപേക്ഷ അംഗീകരിക്കപ്പെടൂ. അതായത് 1000 രൂപ നമുക്ക് ലഭിക്കൂ. 1000 രൂപ ലഭിച്ചില്ലെന്ന് പലരും കമന്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റസ് പരിശോധിക്കുന്നില്ല. തീർച്ചയായും സേവന പെൻഷൻ വെബ്സൈറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കാം. നമ്മുടെ പെൻഷൻ ID അറിയാമെങ്കിൽ ആ ID ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റേറ്റസ് പരിശോധിക്കാം. ഇവിടെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, കഴിഞ്ഞ മാസങ്ങളിൽ 1000 രൂപ ലഭിച്ചവർക്ക് ഏപ്രിൽ മാസത്തിലെ ഗഡുവും അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കും. ഓരോ മാസം പെൻഷൻ പോലെ തന്നെയാണ് തുക ലഭിക്കുന്നത്. നിലവിൽ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും മാസാന്ത്യ ധനസഹായങ്ങളിൽ തടസ്സമുണ്ടാകില്ല. അത് സാധാരണ രീതിയിൽ തുടരും. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും ഇത്തരം പദ്ധതികൾ നിർത്താറില്ല. അവ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ചവർ ശ്രദ്ധിക്കുക. ലഭിക്കാത്തവർ എത്രയും വേഗം സ്റ്റാറ്റസ് പരിശോധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റേറ്റസ് പരിശോധിക്കുന്നതിനെ കുറിച്ചും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.